ഹായ് ഗൈസ്, വെൽക്കം ടു സ്റ്റഡി വെൽ വിത്ത് മീ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ദ ആസ്ട്രോണമർ എന്ന പോയത്തിൻ്റെ സമ്മറിയാണ്. പോയം നമുക്ക് ഓരോ സ്റ്റാൻസ വൈസായിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റാൻസ: ഐ ഓൺലി said when in the evening the round full moon gets entangled among the branches of that dadam tree, couldn't somebody catch it? I only said, ഞാൻ അത് മാത്രമേ പറഞ്ഞുള്ളൂ. എന്താ പറഞ്ഞത്? When in the evening the round full moon gets entangled, അതായത് വൈകുന്നേരം നമ്മൾ കാണുന്ന പൂർണ്ണചന്ദ്രൻ അല്ലേ, പൂർണ്ണചന്ദ്രൻ ദാതം മരത്തിൻ്റെ ചില്ലകളിൽ കുടുങ്ങിക്കിടക്കുന്നത് കാണാറുണ്ട്. അപ്പോഴ് ആർക്കെങ്കിലും ആ ചന്ദ്രനെ പിടിച്ചുകൂടെ എന്ന് കുട്ടി അവൻ്റെ ചേട്ടനോട് നിഷ്കളങ്കമായി ചോദിക്കുകയാണ്. ഇവിടെ ഒരു കുട്ടിയും അവൻ്റെ ചേട്ടനും തമ്മിലുള്ള കോൺവേഴ്സേഷനാണ് ഈ കവിതയിൽ കൊടുത്തിട്ടുള്ളത്. ആ കുട്ടി അവൻ്റെ ചേട്ടനോട് ചോദിക്കുന്നതാണ് ആദ്യത്തെ സ്റ്റാൻസയിൽ നമ്മൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ സ്റ്റാൻസയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ബട്ട് ദാദ laughed at me and said, "Baby, you are the silliest child I have ever known. The moon is ever so far from us. How could anybody catch it?" അപ്പോൾ ദാദ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ചേട്ടനാണ്. അപ്പം കുട്ടിയുടെ ചോദ്യം കേട്ടിട്ട് ചേട്ടൻ എന്താ ചെയ്തത്? ചിരിക്കുകയാണ് ചെയ്തത് അല്ലേ. എന്നിട്ട് പറഞ്ഞു, ബേബി, കുഞ്ഞേ, എനിക്കറിയാവുന്ന കുട്ടികളിൽ വെച്ചിട്ട് ഏറ്റവും സില്ലി ആയിട്ടുള്ള കുട്ടി, അതായത് ഏറ്റവും മണ്ടി അല്ലെങ്കിൽ മണ്ടനായിട്ടുള്ള കുട്ടി നീയാണ്. ചന്ദ്രൻ നമ്മുടെ അടുത്ത് നിന്ന് വളരെ ദൂരെയാണ്. ആർക്കെങ്കിലും അതിനെ ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുമോ? തേർഡ് സ്റ്റാൻസ: I said, Dada, how foolish you are. When mother looks out of her window and smiles down at us playing, would you say she is far away? അപ്പോൾ കുട്ടി ചേട്ടനോട് ചോദിക്കുകയാണ്, ദാദാ, ചേട്ടാ, ഹൗ ഫൂളിഷ് യു ആർ, നിങ്ങൾ എന്തൊരു മണ്ടനാണ്. വെൻ മദർ ലുക്സ് ഔട്ട് ഓഫ് ഹെർ വിൻഡോ ആൻഡ് സ്മൈൽസ് ഡൗൺ അറ്റ് അസ് പ്ലേയിങ്. കുട്ടി അമ്മയെ ചന്ദ്രനുമായിട്ട് ഇവിടെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അമ്മ നമ്മൾ താഴെ നിന്ന് കളിക്കുമ്പോൾ മുകളിലെ നിലയിൽ നിന്നും ജനലിലൂടെ നമ്മളെ നോക്കി ചിരിക്കാറുണ്ട്. അപ്പോഴും നമ്മുടെ അമ്മയും നമ്മളിൽ നിന്ന് ഒരുപാട് അകലെയാണെന്നാണോ ചേട്ടൻ പറയുന്നത്? നെക്സ്റ്റ് സ്റ്റാൻസ: സ്റ്റിൽ ദാദ സെഡ്, യു ആർ എ സ്റ്റുപ്പിഡ് ചൈൽഡ്. ബേബി, വെർ കുഡ് യു ഫൈൻഡ് എ നെറ്റ് ബിഗ് ഇനഫ് ടു ക്യാച്ച് ദ മൂൺ? അപ്പോൾ ഇവിടെ ദാദ പറയുന്നത്, യു ആർ എ സ്റ്റുപ്പിഡ് ചൈൽഡ്, നീ ഒരു മണ്ടനായ അല്ലെങ്കിൽ മണ്ടിയായ കുട്ടി തന്നെ. ബേബി, കുഞ്ഞെ, നിനക്ക് ആ ചന്ദ്രനെ പിടിക്കാനായിട്ട് വലിയൊരു നെറ്റ് വേണം. ഇത്രയും വലിയൊരു നെറ്റ് നിനക്ക് എവിടെ നിന്ന് കിട്ടാനാണ്? ഇവിടെ കുട്ടി അത്രയും നിഷ്കളങ്കനാണല്ലേ. കുട്ടി കാണുന്നത് ആകാശത്തൊരു വട്ടത്തിൽ പ്രകാശിച്ച് നിൽക്കുന്ന ചന്ദ്രനെയാണ്. അവനറിയില്ലല്ലോ അതിനെ പിടിക്കാനൊന്നും ആകില്ല എന്ന്. അപ്പോൾ ചേട്ടൻ പറയുകയാണ്, നിനക്ക് ഈ ചന്ദ്രനെ പിടിക്കണമെങ്കിൽ എന്ത് വേണം? വലിയൊരു നെറ്റ് തന്നെ വേണം. അതെവിടെ നിന്ന് നിനക്ക് കിട്ടാനാണെന്നാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ: I said, surely you could catch it with your hands. But Dada laughed and said, you are the silliest child I have known. If it came nearer, you would see how big the moon is. അപ്പോൾ ഇവിടെ കുട്ടി പറയാണ്, തീർച്ചയായും എന്താണ്? തീർച്ചയായും നിനക്ക് നിൻ്റെ കൈകൾ വെച്ചുകൊണ്ട് തന്നെ ചന്ദ്രനെ പിടിക്കാമല്ലോ. ബട്ട് ദാദ ലാഫ്ഡ് ആൻഡ് സെഡ്. അപ്പോൾ ചേട്ടൻ എന്താ ചെയ്തത്? ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, യു ആർ ദ സില്ലിയസ്റ്റ് ചൈൽഡ് ഐ ഹാവ് നോൺ. എനിക്കറിയാവുന്നതിൽ വെച്ചിട്ട് നീ ഒരു മണ്ടനായ കുട്ടി തന്നെ. ഇഫ് ഇറ്റ് കെയിം നിയറർ യു വുഡ് സീ ഹൗ ബിഗ് ദ മൂൺ ഈസ്. ആ ചന്ദ്രൻ നിൻ്റെ അടുത്തേക്ക് വന്നാൽ മാത്രമാണ് നിനക്ക് മനസ്സിലാകൂ ആ ചന്ദ്രൻ എത്രമാത്രം അല്ലെങ്കിൽ എന്തുമാത്രം വലുതാണെന്ന്. ലാസ്റ്റ് സ്റ്റാൻസ: I said, Dada, what nonsense they teach at your school.
When mother bends her face down to kiss us, does her face look very big? But still Dada says, "You are a stupid child." ദാദാ, ചേട്ടാ, നിങ്ങളുടെ സ്കൂളിൽ എന്തൊക്കെയാ പൊട്ടത്തരങ്ങളാണ് പഠിപ്പിക്കുന്നത്? അമ്മ നമ്മളെ ഉമ്മ വയ്ക്കാൻ കുനിയുമ്പോൾ നമ്മളുടെ അടുത്തേക്ക് വരാറില്ലേ? അടുത്തേക്ക് വരുമ്പോൾ അമ്മയുടെ മുഖം അത്രയ്ക്ക് വലുതാണോ? ബട്ട് സ്റ്റിൽ ദാദാ സെയ്സ്, യു ആർ എ സ്റ്റുപ്പിഡ് ചൈൽഡ്. അപ്പോഴും ദാദ പറയുന്നു, യു ആർ എ സ്റ്റുപ്പിഡ് ചൈൽഡ്. ഈ കവിതയിൽ തീംസായിട്ട് വരുന്നത് ദ ഇന്നസെൻസ് ആൻഡ് ഇമാജിനേഷൻ ഓഫ് ചൈൽഡ്ഹുഡ്. ആ കുട്ടിയുടെ ഇന്നസെൻസ് അല്ലേ, നിഷ്കളങ്കതയും ആ ചൈൽഡ്ഹുഡിലെ കുട്ടിയുടെ ഇമാജിനേഷനുമാണ്. ഒരു കൊച്ചുകുട്ടിയും അവളുടെ മൂത്ത സഹോദരനും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ രൂപത്തിലാണ് പോയറ്റ് കവിത എഴുതിയിട്ടുള്ളത്. കുട്ടിയുടെ ചോദ്യങ്ങൾ വളരെ നിഷ്കളങ്കമായിട്ടുള്ളതാണ് അല്ലേ? അത് പ്രതിഫലിപ്പിക്കുന്നത് എന്താണ്? നിഷ്കളങ്കതയാണ്. അതേസമയം ദാദ, അതായത് അവളുടെ ചേട്ടൻ, യുക്തിസഹമായ ചിന്തയെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. കുട്ടിയും ദാദയും തമ്മിലുള്ള സംഭാഷണത്തിലൂടെ ലോകത്തെ കാണാനുള്ള 2 വഴികൾ ടാഗോർ കാട്ടിത്തരുന്നു. ഒന്ന് ശാസ്ത്രത്തിലൂടെയും മറ്റൊന്ന് അത്ഭുതത്തിലൂടെയും.